ചായ നിങ്ങൾ എപ്പോഴാ വരുന്നേനെ? എത്രയായി വന്നിട്ട്? അവരുടെ സൗണ്ട് മാത്രം കേട്ടാ മതിയോ? ഇല്ലേ, കുഞ്ഞാവിന്റെ സൗണ്ട് മാത്രം കേട്ടാ മതിയോ? അപ്പൊ എനിക്ക് കുഞ്ഞിനെ കാണണ്ടേ? ഇതാ മറ്റേ അപ്പനോട് മിണ്ടേ ഹലോ പറഞ്ഞേ. ഹലോ പറ, അപ്പനോട് മിണ്ടേ ഹലോ. കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ മിണ്ടേ. അച്ഛായ, നാട്ടുകാരും വീട്ടുകാരൊക്കെ പണിക്കിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്, ഈ നസ്രാണിയുടെ കൂടെ. നിങ്ങൾ എന്നെ ഇങ്ങനെ അടുപ്പിക്കാക്കി പോവല്ലേ. ഈ വർഷം എല്ലാം നിർത്തി ഞാൻ വരുക. പിന്നെ നിന്റെയും മോളുടെയും ഒപ്പം തന്നെ ഉണ്ട്. എനിക്കറിയാം മോളെ, അതല്ലേ പറഞ്ഞത്, ഞാൻ ഈ വർഷം എല്ലാം നിർത്തി വരിക. ഓക്കെ, ഞാൻ കാർട്ടൂൺ കാണാണ്ട് കഴിക്കില്ല. എടിയ മൊബൈൽ ഒന്ന് കാണിച്ചു കൊടുക്ക്, കാർട്ടൂണ് കൊച്ചു കഴിച്ചോളൂല്ലോ. ഇത് തന്നെയാ പ്രശ്നം, ഫോൺ കഴിപ്പിച്ച് കണ്ടോ, ഒന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നോ? എന്റെ കുഞ്ഞിന് അച്ഛൻ ഫോൺ കാണിച്ചു തരാം കേട്ടോ. ഫോൺ കാണിച്ചോണ്ട് കഴിക്കട്ടെ, വല്ലത് കഴിക്കട്ടെ. അച്ഛൻ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്നോട് സാധനം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്ത് സാധനം? കണ്ണടക്ക്. ഇച്ചായ, A+ മേടിച്ചെന്ന് കരുതി ഫോൺ മേടിച്ചെന്ന് പിള്ളേർക്ക് കൊടുക്കരുത്. അത് ഉപയോഗിക്കേണ്ട പ്രായമല്ല അവർക്ക്. എടി, അവള് ഫുൾ A+ മേടിച്ചാൽ നമ്മള് ഫോൺ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതല്ലേ, വാക്ക് നമ്മള് പാലിക്കണ്ടേ? അതിന് അമ്മ പറഞ്ഞ പോലെ ഞാൻ ഫുൾ A+ വാങ്ങിയില്ലേ, അല്ലേലും അമ്മയ്ക്ക് വേറെ ഒരു പണിയും ഇല്ല, ഫുൾ ടൈം പാര വെക്കല്. അത് ശരിയാണല്ലോ, അവള് പറഞ്ഞ പോലെ അവള് ഫുൾ A+ മേടിച്ചില്ലേ, അപ്പൊ നമ്മള് നമ്മുടെ വാക്ക് പാലിക്കണ്ടേ? അടി മോളെ. അല്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് സൈബർ വിഞ്ഞ? അപ്പൊ സാറേ പോകുമല്ലേ?
വിളിച്ച് കേൾക്കൂല, പുറത്താരും വന്നാലും അറിയില്ല, പഠിക്കാൻ വേണ്ട, തിന്നെയും വേണ്ട, ഏത് നേരം ഫോണിൽ തന്നെ, ഫോണിനെ കൈ കൊടുക്കുന്നു. ഫോൺ ഫോൺ തരുന്നെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഒരു ജനസമ്മതം പറയും. എല്ലാം അന്വേഷിച്ചാണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. ഓക്കെ മിസ്റ്റർ റോബിൻ, ആരാണ് ബ്ലൂ ഡോട്ട്? ബ്ലൂ ഡോട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ത്? താൻ നല്ലൊരു നടനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന്റെ രീതിയൊക്കെ മാറും. നിങ്ങൾ പറയുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 4 മാസമായി നിങ്ങളെ ഞങ്ങൾ ട്രേസ് ചെയ്യുന്നു. ബ്ലൂ ഡോട്ടുമായുള്ള സകല സംഭാഷണങ്ങളും നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷനാണ്. സീസൺ ഇന്റർനാഷണൽ സൈബർ 9656063628. ഇത് നിങ്ങളുടെ നമ്പർ തന്നെയല്ലേ? എന്റെ നമ്പറല്ല. മാളു, നീ കളിക്കല്ലേ? കഥ തുറക്കേ, കഥ തുറക്കാൻ. വേണോ? ഓക്കേ. ഒരു പന്നി. എന്റെ മനുഷ്യ വയസ്സാകുമ്പോൾ ഓരോരോ മനുഷ്യ കേട്ടില്ലേ? ഹലോ ഹലോ ബ്ലൂ ഡോട്ട്, അമ്മ ഫോൺ കഴിഞ്ഞു വാങ്ങി. ഓക്കെ, I feel so too. സംസാരിക്കും. ഹലോ, ഹലോ അച്ചായ, എവിടെയാ? അച്ചായ നിങ്ങൾ എവിടെയാ? ഒന്ന് വേഗം വാ. മോൾ എന്തോ അബ്നോർമലായൊക്കെ സംസാരിക്കുന്നു. അവിടെ ഇത് വേറെ ഫോണുണ്ട്. ഇത് ബ്ലൂ ഡോട്ടൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാവുന്നു. ഒന്ന് വേഗം വാ, വിറച്ചിട്ട് പാടില്ല. എന്റെ മോള്. Yes, your child is at a trap. Boys, get ready. Move. എന്താ പറയാ, എന്താ നടക്കുന്നത്? എല്ലാം പറയാം. കൊമിത്തസ്
ഇപ്പം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. കുഞ്ഞുങ്ങളാകുമ്പോൾ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവൾ അതിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പം ആ കാര്യങ്ങളാണ് അവളെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. അറിയും, ഞാനൊരു പ്രവാസിയായിരുന്നു. ഞങ്ങളുടെ ഇന്റർകാസ്റ്റ് മാരേജും വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും നമുക്ക് ആദ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെറിയൊരു കുടുംബം, ഭാര്യ, മോളായിരുന്നു എൻ്റെ എല്ലാം മോള് തന്നെയായിരുന്നു. അവർക്ക് ഞാൻ അച്ഛനമ്മ, ഫ്രണ്ട്. രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ അവളുടെ മാറ്റം എനിക്ക് എത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അടികൊണ്ട് ആശുപത്രി കിടക്കുന്നു. വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വെറുപ്പിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് അവളുടെ അമ്മയാണ്. കോമ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടില്ല. ഒന്നും പറയാനായിട്ടില്ലെന്നാ പറയുന്നത്. അവളൊരു തെറ്റ് ചെയ്തു. അതിന് ഐ ആം ഓൾസോ റെസ്പോൺസിബിൾ. എനിക്കത് കുഞ്ഞിനെ കളയാൻ പറ്റില്ലെന്ന്. ഞങ്ങളുടെ ചെറിയ ലോകത്ത് വലിയ സന്തോഷങ്ങളാണ് സാറേ നഷ്ടപ്പെട്ടു. എനിക്കവിടെ കളയാൻ പറ്റും. എന്റെ ചോദ്യന്റെ ഞാനവിടെ ചേർത്ത് നിർത്തും, എന്റെ കൂടെ നിർത്തും. അതിനോ എന്തായാലും കുറെ തെറ്റൊക്കെ ഉണ്ട്, കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ അവള് വളർന്നുപോയി ഞാൻ അറിഞ്ഞില്ല സാർ. എന്റെ മോള എനിക്ക് ക്ഷമിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday dear Maru. Happy birthday to you. എന്റെ കുഞ്ഞിനെ എപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എനിക്കൊരു തിരിച്ചറിവുണ്ടായിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് വലുത്. ഞാൻ കാരണം എൻ്റെ അമ്മേനെ സംസാരിച്ചു